അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയണം, ഒരു അവസരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് സ്വതക്ക ചോദിച്ചു. ദീനിൻ്റെ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് മുത്തുനബി സ്വഹാബാക്കളോട് ധാരാളം സ്വതക്ക ചോദിച്ചിട്ടുണ്ട്. മുത്തുനബി എന്തു ചോദിച്ചാലും എന്തു നൽകാനും കയ്യിലുള്ളതൊക്കെ നൽകാനും സ്വഹാബാക്കൾ മുന്നിലാണ്. ഒരിക്കലും പോലും അവർ മടി കാണിച്ചവരല്ല. എന്തു മുത്തുനബി ചോദിച്ചാലും അതൊക്കെയും അവർ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയണം, മുത്തുനബി ഒരു ദിവസം നമ്മളോട് സ്വതക്ക ചോദിച്ചപ്പോൾ എല്ലാ ദിവസം ഏതവസരത്തിലും മുത്തുനബി സ്വതക്ക ചോദിച്ചാലും അവിടെ മുന്നിലുണ്ടാകുന്നത് ഒന്നാം നമ്പർ സ്വതക്ക കൊടുത്ത കൂട്ടരിൽ എണ്ണപ്പെടുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. കാരണം എല്ലാ സ്വഹാബാക്കളും ഈ വിഷയത്തിൽ മുന്നിലാകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും കൂടി മുന്നിലാണ്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് പിന്നെ വേറെ ഒന്നും ചിന്തയില്ല. മുത്തുനബി എന്ത് പറയുന്നു അത് ചെയ്യുക, മുത്തുനബി എന്തു ചോദിക്കുന്നു അത് കൊടുക്കുക. തൻ്റെ കുടുംബക്കാർക്ക്, തൻ്റെ അഹലിക്കാർക്ക്, വീട്ടുകാർക്ക് അങ്ങനൊന്നും ബഹുമാനപ്പെട്ടവരെ ചിന്തയിലില്ല. അങ്ങനെയാണ് ഇതുവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതൊക്കെയും ആൾക്കാരുടെ ഇടയിൽ ഞാൻ വലിയ സ്വതക്കക്കാരനാണ്, ഞാൻ വലിയ കൊടുതികാരനാണെന്നോ പറയിപ്പിക്കാനോ അറിയിക്കാനോ ഒന്നുമല്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിരുന്നു എല്ലാ ദിവസം അവിടെ നിന്ന് കൊടുക്കുമായിരുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയാണ്, ഈ ദിവസം എനിക്ക് തോന്നി, ഈ ദിവസം എനിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാളും കൂടുതൽ നൽകണം. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ വാശി എന്തിനാണ്? ഞാൻ വലിയ കൊടുതിക്കാരനാകണമെന്നല്ല. അപ്പൊ മുത്തുനബിയുടെ അടുക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാളും കൂടുതൽ നൽകുമ്പോൾ അപ്പൊ മുത്തുനബിയുടെ ആ പൊരുത്തം, ആ സന്തോഷം ഇങ്ങോട്ട് എനിക്ക് കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് ഈ ദിവസമെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോൽപ്പിക്കണമെന്ന് കരുതി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ സ്വത്ത് നിന്ന് എന്തെല്ലാം കയ്യിൽ കിട്ടുന്നോ അതിൽ നിന്ന് നേരെ പകുതി, അതായത് തൻ്റെ സ്വത്തിൽ നിന്ന് നേരെ പകുതി അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ കൊണ്ടെത്തിച്ചു. ഒരു സ്വത്തിൽ നിന്ന് നേരെ പകുതി കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് അത് ചെറിയ ഈമാനൊന്നും അല്ലല്ലോ, അതിന് വല്ലാത്ത ഈമാന് വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ സ്വത്തിൽ നിന്ന് പകുതി കൊണ്ടെത്തിച്ചപ്പോൾ അവിടുന്ന് ചോദിച്ചു, യാ ഉമരെ, അവിടുന്ന് തൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കണമല്ലോ, അല്ല ചോദിക്കുന്നു തരുന്നതിങ്ങനെ സ്വീകരിക്കുക. തൻ്റെ അന്യായികളെ വീട്ടിൽ വിഷമിക്കുന്ന, അവരെ കുടുംബം വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥ ആകാനും പാടില്ല. അപ്പൊ മുത്തുനബി അതും കൂടി അന്വേഷിക്കുന്നുണ്ട്. ഓ ഉമരെ, തൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിന് എന്തെങ്കിലും വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അതേ നബിയെ, എൻ്റെ വീട്ടിലേക്ക് ഇതുപോലത്തെ കുറച്ച് സ്വത്തുക്കൾ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി ഉണ്ട് നബിയെ എന്ന് പറഞ്ഞു. അപ്പൊ മുത്തുനബി വല്ലാത്ത സന്തോഷിച്ചു. കാരണം ഇത്രമാത്രം ഒരൊക്കെ അങ്ങനെയൊക്കെ സഹിച്ചത് കൊണ്ടല്ലേ മുത്തുനബി ഈ ദീനിൽ ഇസ്ലാമിനെ ഇത്രമാത്രം വളർത്തിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മുമ്പിൽ എത്തുന്നത്. അവിടെ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയത്ര അവിടുത്തെ കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മുമ്പിൽ തന്നിലാകുന്നതൊക്കെയും അവിടുന്ന് എത്തിച്ചു. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി അതേ ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചതുപോലെ, ഓ അബൂബക്കർ, നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ വെച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് വീട്ടിൽ വെച്ചിട്ടുള്ളത്? അത് വെക്കണമല്ലോ, അത് ആവശ്യമാണല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. ഓ, നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതുപോലത്തെ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്, വെക്കൽ നിർബന്ധമാണ്. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓ നബിയെ, എൻ്റെ വീട്ടിൽ ഇനിയൊന്നുമില്ല നബിയെ, എൻ്റെ വീട്ടുകാർക്ക് ഞാൻ വെച്ചിട്ടുള്ളത് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലാണ്. തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിനെ ഭാരം ഏൽപ്പിച്ചുകൊണ്ട് മുത്തുനബിയുടെ ആ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് യാ റസൂലല്ലാഹ്
തന്നിലുള്ളതൊക്കെയും അവിടുത്തെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയത്. അവിടുന്ന് മുത്തനബിയും പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവിടുന്ന് സമ്മതിച്ചു പോയി. ഒരിക്കലും പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഈമാന് മറികടക്കാൻ, അവിടുത്തെ കൊടിതിയെ മറികടക്കാൻ ഈ ലോകത്ത് ആരെക്കൊണ്ട് സാധിക്കില്ല എന്ന് അവിടെ നിന്ന് വളരെ വ്യക്തമായി സ്വഹാബാക്കൾ അവിടുന്ന് സമ്മതിക്കുകയാണ്. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തൊരു ഈമാനാണ്! മുത്തുനബി എത്രമാത്രം ബഹുമാനിച്ചു. മുത്തുനബി എന്തു ചോദിച്ചാലും അവിടുന്ന് കൊടുക്കാൻ എന്തൊരു ഈമാനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.